ഹലോ. അപ്പോൾ ഇതേപോലെ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ഞാൻ എയർ4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ അടുത്ത് എയർ4 ഷീറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു 5 എയർ4 ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ തന്നെ 2 ഭാഗം കട്ട് ചെയ്തെടുത്താൽ ഒരു 11 പീസാണ് നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് ഇതേപോലെ കാണുന്ന പോലെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ 11 പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വീണ്ടും മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗം ഉപയോഗിച്ച് ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് ഒന്ന് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ വീണ്ടും എല്ലാം പാടെ ചേർത്ത് ഒട്ടിച്ചാൽ സംഭവം റെഡിയായി. പിന്നെ നമുക്ക് നല്ല ത്രെഡൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാ ഭാഗമൊക്കെ ഒന്ന് നേരെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ത്രെഡൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് ഇത് 2 സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് നമ്മൾ കൂട്ടി ഒട്ടിച്ചാൽ നമ്മളുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഈ കട്ടിങ്ങും മടക്കലും മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ക്രിസ്മസ് ട്രീയും നമ്മുടെ വില്ലേജ് ഹൗസൊക്കെ കാണാൻ ഞാനുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.